പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ യുദ്ധം രൂക്ഷമാവുകയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ആഗോള സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചത് ഇന്ത്യയിൽ കടുത്ത ഊർജ പ്രതിസന്ധി ഉണ്ടാകും എന്നായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കാണിച്ച നയതന്ത്ര പക്വതയാണ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഹോർമുസ് അടഞ്ഞതോടെ ഉയർന്നു വന്ന വൻ വെല്ലുവിളിയെ മറികടക്കാൻ റഷ്യ, UAE, സൗദി അറേബ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവരെ ഒപ്പം നിർത്തിയ ഇന്ത്യ തീർത്തത് ആഗോള ഊർജ ഭൂപടത്തിലെ പുതിയൊരു സമവാക്യം. അമേരിക്ക ഇറാൻ യുദ്ധവും ഹോർമുസിന്റെ അടച്ചുപൂട്ടലും ആഗോള ഊർജ വിപണിയെ പുനർനിർവചിച്ചിരിക്കുകയാണ്. ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ തങ്ങളുടെ ഇന്ധന സ്രോതസ്സുകളെ വ്യാപിപ്പിക്കാൻ ഇന്ത്യയെ കൊണ്ട് കഴിഞ്ഞു. റഷ്യയും സൗദിയും UAEയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും കൈകോർത്തപ്പോൾ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയ ഒരു മഹാരാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. വരാനിരിക്കുന്ന കാലത്തും തന്ത്രപ്രധാനമായ ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 90% വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ ഇറക്കുമതിയിൽ സിംഹഭാഗവും എത്തിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയായിരുന്നു. എന്നാൽ ഇറാനൊന്നും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ പാരമ്പര്യത്തിൽ എത്തിയതോടെ ഈ പാതയങ്ങ് അടയ്ക്കപ്പെട്ടു. ഇതോടെ യുദ്ധം രൂക്ഷമായി. ഏപ്രിൽ-ജൂൺ പാദത്തിൽ ഹോർമുസ് വഴിയുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ 27% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രതിദിനം സപ്ലൈ ശരാശരി 15.5 ലക്ഷം ബാരലിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്തു ചെയ്തത്? ബദൽ മാർഗങ്ങൾ തേടി ഇന്ത്യ തങ്ങളുടെ ഇറക്കുമതി തന്ത്രങ്ങൾ ഒന്ന് മാറ്റിമറിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത ഉപരോധ സമ്മർദ്ദങ്ങളും ഉയർന്ന തീരുവ ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും അത് പൂർണ്ണമായും അവഗണിച്ച് റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ജൂണിൽ മാത്രം പ്രതിദിനം ശരാശരി 26.4 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. മെയ് മാസത്തെ ഇറക്കുമതിയേക്കാൾ 37.4% അധികമാണ് ഇത്. ജൂണിൽ ഇന്ത്യ ആകെ ഇറക്കുമതി ചെയ്തത് 52.4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ, പകുതിയിലധികം റഷ്യയിൽ നിന്നായിരുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ്. റഷ്യയ്ക്ക് പുറമെ മറ്റു വിപണികളിൽ നിന്നും എണ്ണ സമാഹരിക്കാൻ ഇന്ത്യ അതിവേഗം കരുക്കൾ നീക്കുകയായിരുന്നു. ഏപ്രിൽ-ജൂൺ ത്രൈമാസങ്ങളിൽ റഷ്യയ്ക്ക് പുറമെ UAE, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, വെനസ്വേല, തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ അങ്കോള എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുകയായിരുന്നു. ഇതോടെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 38% നിന്നും 41% ഉയർന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ നിന്നുമുള്ള മൊത്തം ഇറക്കുമതി വിഹിതം 41.4% നിന്നും 31% കുത്തനെ താഴുകയായിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ പശ്ചിമേഷ്യൻ എണ്ണ പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് കരുതിയെങ്കിൽ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായ സൗദി അറേബ്യ ഇന്ത്യയെ കൈവിട്ടില്ല. ചെങ്കടൽ തീരത്ത് തന്ത്രപ്രധാനമായ യാംബു തുറമുഖം വഴി സൗദി ഇന്ത്യയിലേക്ക് തുടർച്ചയായി എണ്ണ എത്തിച്ചു. എന്നാൽ നിലവിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ നേരെ യമനിലെ ഹൂതി വിമതർ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ പുതിയൊരു ആശങ്കയായി തുടരുന്നു. എങ്കിലും തൽക്കാലം എന്ത് ചെയ്യാം? വിതരണം മുടങ്ങാതെ കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മാർച്ച് മുതൽ ജൂൺ 30 വരെയുള്ള 4 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് എണ്ണ എത്തിച്ച രാജ്യങ്ങളിൽ ഒന്നാമത് റഷ്യ തന്നെയാണ്. ഈ കാലയളവിൽ 24.5 കോടി ബാരൽ എണ്ണയാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയത്. 5.85 കോടി ബാരലുമായി UAE രണ്ടാം സ്ഥാനത്തും 5.76 കോടി ബാരലുമായി സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തുമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ബ്രസീൽ, വെനസ്വേല എന്നിവരാണ് ഈ പട്ടികയിൽ 4ഉം 5ഉം സ്ഥാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധവും കരിങ്കടലിൽ ഉക്രൈൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും കാരണം റഷ്യൻ എണ്ണ കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയുടെ രക്ഷയ്ക്കായി എത്തിയത്. US, യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ നിയമപരമായ മാർഗങ്ങളിലൂടെ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്ത ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ താങ്ങായി മാറി.
ഉപരോധങ്ങൾക്കിടയിലും പരസ്പര സഹകരണത്തിന്റെ പുതിയ അധ്യായം രചിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും.